ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ അച്ഛൻ്റെ കാര്യം പറയട്ടെ. കുറെ പേര് ചോദിച്ചിട്ടുണ്ടായി. ഇപ്പം അച്ഛന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അച്ഛന് ഇപ്പോൾ കുറവായിട്ടുണ്ട്. അമ്മമ്മ ഇത് എനിക്ക് പാടെ അമ്മേനെ വിളിച്ചു നോക്കട്ടോ, ഹോസ്പിറ്റലിലത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നേരെ അടുക്കളയ്ക്ക് കയറി. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ രാവിലെ എണീറ്റിട്ട് അടുക്കളയ്ക്ക് കയറുന്നത് കേട്ടോ. ആദ്യം ഫുള്ള് കൺഫ്യൂഷനായിട്ട് നിന്നോട്ടെ, എന്തപ്പോൾ ചെയ്യാന്ന് ആലോചിച്ചിട്ട്. കാരണം കുറേ നാൾക്ക് ശേഷം ഇങ്ങനെ ഒറ്റയ്ക്കെല്ലാം ചെയ്യാൻ പോണേ. അപ്പം ഇനി എന്താ ഉണ്ടാക്കിയത്, സാധനങ്ങളൊക്കെ എവിടെ, ആകെ ഒരു അന്താളിപ്പായിരുന്നു. പിന്നെ ഓക്കെ കേട്ടോ. അമ്മയുള്ള സമയത്ത് നമുക്കൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ. കിച്ചുവിൻ്റെ കാര്യമായാൽ പോലും എനിക്ക് ഒരു കാര്യം അറിയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അമ്മ പണിക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് അവനെ കുറേ നേരം കിച്ചുപ്പം എൻ്റെ ഒപ്പം തന്നെ ആയത് കേട്ടോ. അല്ലെങ്കിൽ പാൽ കുടിക്കാനൊക്കെ മാത്രമാണ് എൻ്റെ ഒപ്പം വന്നിരിക്കുക. പാൽ കൊടുക്കാനും അങ്ങനെ കുറച്ച് ടൈം മാത്രമേ എൻ്റെ ഒപ്പം ഉണ്ടാവാറുള്ളൂ. അല്ലെങ്കിൽ അതും ഫുൾ ടൈം ഉണ്ണി അമ്മയുടെ ഒപ്പം കേട്ടോ. ഇത് അച്ഛനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയതിൻ്റെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ഇവിടുന്ന് അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആക്കാൻ പോണ ദിവസം നമ്മൾ നന്നായി ടെൻഷൻ അടിച്ചു. ഞാൻ ഉണ്ണിക്ക് ഫോർമുല വാങ്ങിച്ച് വരണ വഴിക്കാണ് അമ്മനെ വിളിച്ച് പറഞ്ഞ് അച്ഛനെ അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞിട്ട് അച്ഛന് തീരെ വയ്യാന്ന്. അപ്പോൾ നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചു കേട്ടോ. അച്ഛനെ രാത്രിയാകുമ്പോൾ നേരെ മിഷൻ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആക്കാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് കുറേ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ടെസ്റ്റിൻ്റെ ഒക്കെ റിസൾട്ട് വന്നപ്പോഴാണ് നമുക്കൊക്കെ ഒരു സമാധാനമായത് കേട്ടോ. അതുവരെ നമ്മളെല്ലാവരും ഭയങ്കര ടെൻഷൻ അടിച്ചു. അങ്ങനെ ഇന്ന് രാവിലെ ആകുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം, ഫുഡൊക്കെ കൊണ്ടുപോകണ്ടായിരുന്നു. അപ്പോൾ പുട്ട് ഉണ്ടാക്കാന്നായിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുട്ടിന് കടല നമ്മൾ വെള്ളത്തിലിടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നൊരു 6:30 ആകുമ്പോൾ ഞാൻ ആദർശേനെ വിളിച്ചുണർത്തിയിട്ട് കടയ്ക്ക് പോകാൻ വിട്ടു കേട്ടോ. ആദർശേനും വിനീഷേനും ചേച്ചിയൊക്കെ ഹോസ്പിറ്റലിൽ വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പുലർച്ചെ 3:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേട്ടൻ വന്നിട്ട് പിന്നെ ചേട്ടനെ കുളിക്കാതെ എടുക്കാൻ പറ്റില്ലല്ലോ ഉണ്ണിയുള്ള കാരണം. അങ്ങനെ നേരെ പോയിട്ട് കുളിച്ച് കിടക്കുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ തന്നെ വിളിക്കരുത്, ഒരു 7:30 ആകുമ്പോൾ വിളിച്ചാൽ മതി. ചേട്ടൻ ഇന്ന് തൊട്ടിട്ട് എരുമപ്പെട്ടി ബ്രാഞ്ചിലായിട്ട് വർക്ക് തുടങ്ങുന്നത്. ഇത്രയും നാൾ ട്രെയിനിങ് ആയിരുന്നു എറണാകുളത്തും കുന്നംകുളത്തും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇന്ന് തൊട്ടിട്ട് ചേട്ടന് ശരിക്കും വർക്കിന് ഇറങ്ങേണ്ട ദിവസമാണ്. അത് കാരണം ചേട്ടന് ലീവ് എടുക്കാനും പറ്റിയില്ല കേട്ടോ. അപ്പം എന്തായാലും ജോയിൻ ചെയ്യേണ്ട ദിവസമാണ്. ട്രെയിനിങ്ങിന്റെ സമയത്തും ഇതുപോലെ വർക്കിന് കയറിയ ഫസ്റ്റ് മന്തും ഇങ്ങനെ ലീവ് കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ രാവിലെ നേരത്തെ വിളിക്കില്ലെന്ന് പറഞ്ഞ ആദർശേട്ടനെ നേരത്തെ ഒരു 6:30 ആകുമ്പോഴേക്കും വിളിച്ചിട്ട് സാധനങ്ങളൊക്കെ കൊണ്ടിരിക്കേണ്ട ആവശ്യം വന്നോട്ടെ. എനിക്ക് അങ്ങനെ ചേട്ടൻ ചെറുപയറൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ അതൊക്കെ കഴുകിയിട്ട് ഞാനിത് കറി വെക്കാൻ വേണ്ടി നോക്കാൻ കേട്ടോ. അപ്പോൾ പുട്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഗ്യാസ് പിന്നെ 3 അടുപ്പുള്ള കാരണം സുഖമായിരുന്നു കേട്ടോ. കാരണം ഇപ്പോൾ കറി വെക്കാനാച്ചെങ്കിലും അതെ, ചായക്കടിക്കുള്ള കറി വെക്കാനാച്ചെങ്കിൽ അതെ, ചോറിനുള്ള കറി വെക്കാനാച്ചെങ്കിൽ പെട്ടെന്ന് നമുക്ക് സെറ്റാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഞാനൊരു അടുപ്പുമ്മേ നമ്മുടെ ചെറുപയർ കറിയും ഒരടുപ്പുമ്മേ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മീൻ കറിയും പിന്നെ അപ്പുറത്തേമേ പുട്ടും ചുട്ടുകൊണ്ട് നിൽക്കാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അച്ഛമ്മമാരൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട് അച്ഛൻ ഇപ്പം എങ്ങനെയുണ്ട് എന്നൊക്കെ. അപ്പോൾ എനിക്ക് അവരുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ, അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയായിരുന്നു കേട്ടോ. അവരൊക്കെ ടെൻഷൻ അടിച്ചിട്ട് എല്ലാവരും അപ്പോൾ രാവിലെ ആകുമ്പോൾ തന്നെ എല്ലാവരും ഓടി വീട്ടിലേക്ക് വരികയായിരുന്നു. എങ്ങനെയുണ്ട് ചോദിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പണിയോൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ അവരുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇത് ഞാൻ ഇപ്പുറത്ത് മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് നോക്കാൻ കേട്ടോ. അമ്മമ്മ ചോറ് വയ്ക്കാന്ന് പറഞ്ഞു കേട്ടോ. സംഭവം റൈസ് കുക്കറിൽ ഇറക്കി വെച്ചാൽ പെട്ടെന്ന് ചോറാവും. പക്ഷെ അമ്മമ്മയ്ക്ക് തീ പിടിപ്പിച്ചിട്ട് ചോറ് വയ്ക്കണം എന്ന് പറഞ്ഞിട്ട് അമ്മമ്മ അതേ അപ്പുറത്ത് ചോറ് വയ്ക്കുന്നുണ്ട്. അതിനിടെ ഞാൻ ഉണ്ണിക്ക് വേഗം ഫോർമുലയൊക്കെ കലക്കി വെച്ച് മൂപ്പര് എണിക്കേണ്ട ഏതാണ്ട് സമയമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇത് ഞാൻ മീൻകറി വെക്കാൻ വേണ്ടി നോക്കുകയാണ്. ഞാൻ ആദ്യം വിചാരിച്ചു എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവും, ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നുന്നൊക്കെ. പക്ഷെ അവിടെ ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല കേട്ടോ. അല്ലെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള പണി അടുക്കള പണിയാണ് കേട്ടോ. എനിക്ക് വെച്ചുണ്ടാക്കിയിട്ട് അങ്ങനെ അത് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും. ബാക്കി എന്നാലും കുഴപ്പമില്ല. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത പണി എന്ന് വെച്ചാൽ ഈ തിരുമ്പുക, തോരയിടുക, തുണിയോട് മടക്കി വയ്ക്കുക, ഇതൊക്കെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അതിലാണെങ്കിൽ പിന്നെയും ഒരു സ്ലോ ഇങ്ങനെ ഞാൻ അടിപ്പാടി നിൽക്കാറ്. പിന്നെ ഇതൊക്കെ കറികളൊക്കെ വെക്കാൻ എനിക്ക് പെട്ടെന്ന് ഞാൻ വേഗം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. തലേന്ന് ആദർശേട്ടൻ വരുമ്പോൾ ചെമ്പല്ലി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതേ കറി വയ്ക്കുകയാണ്. തലേന്ന് വരുമ്പോൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും എന്നുള്ളൊരു ഇതൊന്നും നമ്മുടെ മനസ്സിലില്ല കേട്ടോ. ചേട്ടൻ നേരത്തെ വന്നിട്ടുണ്ടായി. കാരണം ഉണ്ണിയുടെ ഫോർമുല ഇത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നെയിൽ ഹോസ്പിറ്റലിലേക്ക് പോകണം. അപ്പോൾ ചേട്ടൻ നേരത്തെ വന്നിട്ടുണ്ടായി. അപ്പോൾ ഈ മീനൊക്കെ ഇവിടെ കൊടുത്തിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതേ ഉള്ളിയൊക്കെ നന്നാക്കി ഒക്കെ സെറ്റാക്കി വെക്കാൻ അമ്മമ്മ അങ്ങനെ കുറേ പാത്രത്തിലെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി വെക്കും കേട്ടോ. അപ്പോൾ അത് കാരണം ഭയങ്കര എളുപ്പമാണ്. അമ്മ നന്നാക്കി വെച്ചത് കഴിയാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് വീണ്ടും കുറച്ചുകൂടി എടുത്ത് നന്നാക്കേണ്ടി വന്നു കേട്ടോ. അങ്ങനെ ഇതേ ചേച്ചി ഇൻറ്റ് വന്നു കേട്ടോ. അവൾക്ക് അച്ഛനെ പീരിയഡ്സ് ആയിട്ട് വയറൊക്കെ വേദിച്ചിട്ട് അവൾ സൈഡാണ് കേട്ടോ. അങ്ങനെ ഞാൻ അവളോട് അവിടെ ഇരുന്നോളാൻ പറഞ്ഞു കേട്ടോ. അത് കാരണം ഇതൊക്കെ ചെയ്യേണ്ട പണി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ ഇത് അപ്പുറത്തെ ചെറുപയറൊക്കെ സെറ്റാക്കാൻ കേട്ടോ. പുട്ടും ഏതാണ്ട് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ 2 ഗ്ലാസ് പുട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ. സോറി, പുട്ടല്ല, 2 ഗ്ലാസ് പുട്ടുപൊടി എടുത്തിട്ടുണ്ടായിരുന്നേ. പക്ഷെ അത് കുറേ ആയിപ്പോയി ഗൈസ്. കുറേ ബാക്കി വന്നു ഉണ്ടാക്കിയിട്ടും അതെ. പിന്നെ ഇതേ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി എടുത്ത് വെച്ചു കേട്ടോ. പിന്നെ ഇന്ന് ചേച്ചിക്കും ചേട്ടനൊക്കെ അച്ഛനും അമ്മയ്ക്കും ഫുഡൊക്കെ കൊണ്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് അവർ ഇന്ന് അങ്ങോട്ട് പോകണം. അപ്പോൾ പിന്നെ ആദർശേട്ടൻ പോണേക്കാൻ മുന്നേ അതേക്ക് ചായക്കടയൊക്കെ ആയിട്ട് ചേട്ടനെയും ചായയൊക്കെ കൊടുത്തിട്ട് പറഞ്ഞയക്കണമല്ലോ. ചേട്ടനൊരു 8 മണി 8:15 ആകുമ്പോൾ ഇന്ന് എരുമപ്പെട്ടിക്ക് പോകണം. അപ്പോഴേക്കും എല്ലാ കാര്യങ്ങളും വേഗം സെറ്റാക്കായിരുന്നു കേട്ടോ. ഞാൻ മുന്നിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അച്ഛന് പനിയാണ്, അച്ഛൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പനിച്ച് വയ്യാതെ കിടക്കണേ ഞാൻ കാണണതെന്ന്. സംഭവം അച്ഛൻ ഇതേപോലെ തുള്ള പനിയെന്ന് വെച്ചാൽ അങ്ങനെ അച്ഛനെ സൈഡാക്കണ രീതിക്കുള്ള
നല്ലൊരു പനിയായിരുന്നു കേട്ടോ. അങ്ങനെ അച്ഛനെ വേലൂർ ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പോൾ അച്ഛനെ മരുന്നൊക്കെ കൊടുത്തു. എന്നിട്ട് പിറ്റേ ദിവസമായിട്ട് ഈ പനി മാറണില്ല, ഭയങ്കര പനി തന്നെ. തീരെ അച്ഛന് ബോധമൊന്നും ഇല്ലാത്ത പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ എന്താ പറയണേന്ന് അച്ഛൻ അറിയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നോക്കിയപ്പോൾ അച്ഛൻ രാവിലെ ആകുമ്പോൾ അമ്മയുടെ അടുത്ത് പറഞ്ഞു എൻ്റെ കാലും എന്തോ തട്ടിയിട്ടുണ്ടായിരുന്നു, മരത്തിന്റെ കൊമ്പാ തോന്നുന്നു എന്നൊക്കെ. അങ്ങനെ അമ്മ നോക്കുമ്പോൾ ചെറിയൊരു മുറി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അന്ന് ഞായറാഴ്ച ദിവസമായിരുന്നു. അപ്പൊ അമ്മ ആദർശേട്ടൻ ഉണ്ടായിരുന്നല്ലോ വീട്ടിൽ. അങ്ങനെ അമ്മയും ആദർശേട്ടനും അച്ഛനും കൂടിയിട്ട് വീണ്ടും വേലൂർ ഹോസ്പിറ്റലിൽ പോയിട്ട് TT ഒക്കെ അടിച്ചു വന്നു. TT അടിച്ചപ്പോൾ അച്ഛൻ്റെ പനി അങ്ങോട്ട് മാറിക്കിട്ടി. അപ്പം അച്ഛൻ കുറച്ചൊക്കെ ഓക്കെ ആയി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അച്ഛൻ കുഴപ്പമൊന്നുമില്ല, അച്ഛനെല്ലാം മാറിയെന്ന്. അങ്ങനെ നോർമലായതായിരുന്നു. പിന്നെ അച്ഛനെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ തൊട്ട് കാലുമാകെ നീര് വന്ന് ആകെ എന്തോ ഒരു പോലെ ആയി തുടങ്ങിയിട്ടോ. അങ്ങനെ നമ്മൾ വേറൊരു ഹോസ്പിറ്റലിൽ കാണിച്ചു കേട്ടോ. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അച്ഛൻ്റെ മുറിയൊക്കെ ഡ്രസ്സ് ചെയ്തോട്ട് ഫുള്ള് കാലിങ്ങനെ കവർ ചെയ്തിട്ട് തന്നെ കെട്ടി കൊടുത്തു കേട്ടോ. അങ്ങനെ അന്നൊന്നും വലിയ കുഴപ്പമുണ്ടായില്ല കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അച്ഛനത് ഭയങ്കര അസ്വസ്ഥതയായിട്ട് തോന്നി തുടങ്ങി കേട്ടോ. അപ്പം അച്ഛൻ കെട്ടൊക്കെ ഫുള്ള് അഴിച്ച് കളഞ്ഞു. പിന്നെ അന്നും കൂടി രാത്രിയല്ല വൈകിട്ട് ചെന്നിട്ട് ഒന്നുകൂടി കെട്ടാൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ കെട്ടാൻ ചെല്ലാൻ പോകുമ്പോഴേക്കും അച്ഛൻ്റെ കാല് കാണാൻ പറ്റാത്ത രീതിക്കായിട്ടുണ്ടായിരുന്നു, ആകെ എന്തോ പോലെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വലിയച്ഛനും അച്ഛനും കൂടിയിട്ടാണ് അച്ഛനെ കാല് കെട്ടാൻ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ പോയിട്ട് കാല് കണ്ടപ്പോൾ അവർ പറഞ്ഞു ഇത് വേരിക്കോസുമൊക്കെ ആയിട്ടുണ്ട്, അച്ഛന് ഓൾറെഡി വേരിക്കോസിന്റെ പ്രശ്നം ഉണ്ട് കേട്ടോ. അപ്പോൾ അതുമൊക്കെ ആയിട്ടുണ്ട്, വേഗം നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയിട്ട് അഡ്മിറ്റ് ആക്കുന്നുണ്ട്. അവിടെ നിന്ന് കുറെ ലെറ്ററും കാര്യങ്ങളൊക്കെ എഴുതി തന്നു. അങ്ങനെ ഞങ്ങൾ ജയിലിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ വീട്ടിലെത്തിയപ്പോൾ നേരെ പിന്നെ ഹോസ്പിറ്റലിലേക്ക് അച്ഛനെ കൊണ്ടുപോയിട്ട് പിന്നെ ഇതേ ചേട്ടൻ വർക്കിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോഴേക്കും കുഞ്ഞിച്ചക്കനെ പോയിട്ട് ഞാൻ എടുത്തുവിട്ടാ ഉണർത്തി. പിന്നെ ഇതേ ചേച്ചിയൊക്കെ കുളിച്ച് മാറ്റി തുടങ്ങി. ചേച്ചിക്ക് ഫുഡൊക്കെ കൊണ്ടിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. പിന്നെ ഞാൻ കുഞ്ഞിച്ചക്കനൊന്ന് ആദ്യമായിട്ട് കുളിപ്പിക്കാൻ പോകട്ടെ. ചേച്ചീനൊക്കെ അമ്മ തേച്ചപ്പന് ചെറിയ കുട്ടിയാകുമ്പോൾ അവളുടെ 56 കഴിഞ്ഞപ്പോൾ വൈകിട്ട് അവളെ കൊണ്ട് ഒറ്റയ്ക്ക് മേല് കഴിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നെ കൊണ്ട് അമ്മ ഇതുവരെ ഒന്നും ചെയ്യിപ്പിച്ചിട്ടില്ല കേട്ടോ. കാരണം ഞാൻ അവിടെ ഉണ്ടല്ലോ, ഇനിയും ടൈം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അമ്മേൻ്റെ ഉണ്ണിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാറിട്ട്. പക്ഷെ അമ്മയില്ലെങ്കിൽ ഉണ്ണിയുടെ കാര്യങ്ങളൊക്കെ ഒരു കുറവില്ലാതെ നോക്കാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട് കേട്ടോ. പേടൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ ദൈവത്തിനൊക്കെ വിളിച്ചിട്ട് അങ്ങോട്ട് ഇരുന്നു. അങ്ങനെ ഞാൻ ഉണ്ണിക്ക് എണ്ണയൊക്കെ തേപ്പിച്ചിട്ട് തലയിൽ എണ്ണ തേച്ചില്ല കേട്ടോ, മേലൊക്കെ എണ്ണ തേപ്പിച്ചിട്ട് അവിടെ കിടത്തിയിട്ട് വന്നിട്ട് അവന് ചൂടുവെള്ളവും പിന്നെ അവിടെ ഇരിക്കേണ്ട പലകയും സോപ്പൊക്കെ എടുത്തിട്ട് തുണിയൊക്കെ വെച്ചിട്ട് ആദ്യം സെറ്റാക്കി. അങ്ങനെ ചൂടുവെള്ളം വെച്ചപ്പോൾ കുറച്ച് ചൂടുണ്ടായിരുന്നു. അപ്പൊ അത് ബാലൻസ് ചെയ്തിട്ട് ചൂട് പാകാക്കായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ അവനോട് കുളിപ്പിച്ചു കേട്ടോ. കൈ മാറി കുളിപ്പിച്ച ഉണ്ണികൾക്ക് പനി വരും എന്നൊക്കെ പറയാറുണ്ട്. എന്നാലും പനി വന്നാൽ നമ്മൾ മരുന്ന് കഴിക്കാതെ മാറ്റിയെന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്ത് പഠിക്കണ്ടേ. അങ്ങനെ ഉണ്ണിയുടെ കുളിയൊക്കെ കഴിഞ്ഞ് അവനെ സുന്ദരനാക്കിയിട്ട് ഞാനിതേ ഉമ്മറത്തേക്ക് വന്നിട്ട് അപ്പോഴേക്കും ചേച്ചിയും ചേട്ടനും പോകാൻ വേണ്ടി നിൽക്കായിരുന്നു. അമ്മമ്മ ഇതേ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ട് പാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അച്ഛനെ ഹോസ്പിറ്റലിൽ റൂം കിട്ടാത്ത കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ, വാർഡിലായിരുന്നു. അപ്പൊ പിന്നെ കുറെ സാധനങ്ങൾ അധികം ഓവറായിട്ട് അവിടെ കൊണ്ടുവയ്ക്കാനും പറ്റില്ല. എന്നാലും അത്യാവശ്യം വേണ്ട സാധനങ്ങൾ കൈ പിടിക്കണല്ലോ. അപ്പൊ പുതപ്പും പിന്നെ ബക്കറ്റ് പിന്നെ പുൽപ്പായ അങ്ങനെ വേണ്ട നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ഐറ്റംസും സെറ്റാക്കി കൈ പിടിക്കുന്നുണ്ട്. അങ്ങനെ ഇതേ അവര് പോയിട്ടാ ഞാനും കിച്ചും അമ്മമ്മയും കൂടിയിട്ട് ഇതേ ഉമ്മർത്ത് ഇരിക്കാട്ടോ. അവര് പോണത് നോക്കിയിട്ട് നമ്മുടെ തേജപ്പ ഇവിടെ ഉണ്ട്. തേജപ്പനെ കൊണ്ടുപോയിട്ടില്ല കേട്ടോ. അപ്പൊ ചേച്ചി പറഞ്ഞു തേജപ്പ ഉറങ്ങിക്കോട്ടെ, അവൻ എന്തായാലും ഒരു 10 മണിയൊക്കെ വരെ സുഖമായിട്ട് കിടന്നുറങ്ങും, അവനെ വിളിക്കാൻ പോകണ്ട, അപ്പൊ അവന്റെ ഇഷ്ടത്തിന് എണിച്ചിട്ട് വന്നോട്ടെ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ ഞാൻ വിളിക്കാൻ പോയി കേട്ടോ, അപ്പൊ ഉറങ്ങിക്കോട്ടെ വിചാരിച്ചു. അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് അവര് പോയി. അപ്പൊ ഇനി വീട്ടില് ഞാനും അമ്മമ്മയും തേജപ്പനും ഉണ്ണിയും മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇതേ കുഞ്ഞിച്ചക്കൻ്റെ മടിയിൽ കിടക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇവന് പാലൊക്കെ കൊടുത്തിട്ട് ഇവനെന്തായാലും ഉറക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടം ഇവനെൻ്റെ കാലുമ കിടത്തി ആട്ടി കൊടുത്തവൻ പെട്ടെന്ന് ഉറങ്ങാറുണ്ട്. അപ്പോൾ അമ്മമ്മ പറഞ്ഞു നമുക്ക് തൊട്ടിയിലിട്ടാക്കി കൊടുക്കാം. അമ്മയ്ക്കും തൊട്ടിയിലിട്ടാട്ടി ഉറക്കണതായിട്ട് ഇഷ്ടം. അപ്പോൾ തൊട്ടിയിലിട്ടാലാണ് തലയ്ക്ക് ഷേപ്പ് വരും. ഇവൻ്റെ തലയ്ക്ക് അധികം ഷേപ്പിന് കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയാവാൻ വേണ്ടിയിട്ട് തൊട്ടിയിലിട്ടാലാണ് റെഡി ആവുക പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും എപ്പോഴും തൊട്ടിയിലിടാനായിട്ടാ പറയുക. പക്ഷെ എനിക്ക് കാലുമിട്ട് ആട്ടിയിട്ട് കിടത്തി ഉറക്കാനായിട്ടേക്ക് ഇഷ്ടം. അങ്ങനെ ഉണ്ണി ഉറങ്ങിയപ്പോൾ വേഗം പോയിട്ട് ഞാൻ എൻ്റെ കുളി അങ്ങോട്ട് കഴിച്ചു കേട്ടോ. പുട്ടും ചെറുപയർ കറിയുണ്ട്. പിന്നെന്താ കുറച്ച് കഴിക്കാം. അമ്മ പറഞ്ഞു നീ കുറച്ച് കഴിക്കുന്നു. സൂര്യ പറഞ്ഞിട്ടേ കുറച്ച് കഴിക്കുന്നു കേട്ടാ. വായോ കൊച്ച് കഴിക്കാടി പൊന്നെ, വായോ. നമ്മുടെ പൊന്നും ബാത്റൂം വന്നിട്ട് പല്ലേക്കണേ. ആ ചൂടുള്ള ഞാൻ വെച്ചിട്ടുണ്ട്, മാഞ്ഞടിക്കണ്ടട്ടോ. പിന്നെ എനിക്ക് റൂം ഒതുക്കാണ്ടായിരുന്നു കേട്ടോ. എന്തെങ്കിലും ഒരു സംഭവം റൂമിൽ ഇരിക്കണമെങ്കിൽ പിന്നെ അതിന്റെ മുകളിലായി ഫുള്ള് അടക്കി പറക്കി വെക്കില്ലേട്ടാ. അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്യാണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ തേജപ്പിന്റെ കുളിപ്പ് കഴിഞ്ഞ് വന്നു. അപ്പൊ അവന്റെ തലയൊക്കെ തോർത്തി കൊടുത്തു, അവന്റെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തുട്ടാ. അവന്റെ ഡ്രസ്സ് ഇടാതെ വീഡിയോ എടുത്ത് കഴിഞ്ഞ് വെച്ചാൽ എന്റെ അക്കൗണ്ട് അടിച്ചു പോകും. അത് കാരണം ഞാൻ ഫുള്ള് ഡ്രസ്സൊക്കെ ഇട്ടതിന് ശേഷമായിട്ട് വീഡിയോ എടുത്ത്. അങ്ങനെ തേജപ്പിന് ചോറ് മതി എന്ന് പറഞ്ഞോട്ടെ. അങ്ങനെ ഉണ്ണിക്ക് ചോറൊക്കെ വാരി കൊടുത്തു. ഇവരെ ഫുഡ് കഴിപ്പിക്കാനാണ് ഏറ്റവും വലിയ ടാസ്ക് കേട്ടോ. ചേച്ചി ഉണ്ടെങ്കിൽ ആ വക സീനില്ല. ചേച്ചിനെ പേടിച്ചിട്ടെങ്കിലും അവൻ കഴിക്കൂട്ടോ. അങ്ങനെ എന്നെ കണ്ട അവൻ കുറച്ച് എൻ്റെ ഒപ്പം കളിക്കാൻ നിൽക്കൂട്ടോ. അങ്ങനെ ഞാൻ നിർബന്ധിച്ചിട്ട് ഒരു 5-6 ഉരുള ചോറ് കഴിച്ചുള്ളൂ, അധികമൊന്നും കഴിച്ചില്ല കേട്ടോ. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ആദു, മാളു, അബി, ദേവുട്ടൻ ടീംസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർ വന്നപ്പോൾ തന്നെ നമ്മുടെ തേജപ്പൻ ഹാപ്പി ആയിട്ട് അവന് കളിക്കാനുള്ളതായല്ലോ. പിന്നെ ഇവരുടെ അടുത്ത് ഇവരുടെ പിന്നാലെ അങ്ങനെ കളിച്ച് നടന്നോളും.
എന്താണെന്നറിയില്ല കേട്ടോ, എനിക്ക് ഭയങ്കര ക്ഷീണുണ്ട്. അപ്പോൾ ഞാൻ ഇവർ വന്നപ്പോൾ എനിക്ക് സമാധാനമായിട്ടോ. ഇനി ഇവരുടെ അടുത്ത് ഉണ്ണോളെ ഏൽപ്പിച്ചിട്ട് കുറച്ച് നേരം കെടുക്കണം എന്നുണ്ടായിട്ടോ. അങ്ങനെ ഇവരുടെ അടുത്ത് രണ്ടാമത്തിന് ഏൽപ്പിച്ചിട്ട് കുറച്ച് നേരം കെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊതിയായിരുന്നു. കാരണം എനിക്ക് രാത്രിയാകുമ്പോൾ ഉണ്ണി പാല് കുടിക്കാൻ ഇരിക്കണ കാരണം എൻ്റെ ഉറക്കം പോകും. കാരണം പാല് കുടിച്ച് കഴിഞ്ഞാൽ ഇവ സുഖമായിട്ട് കിടന്നുറങ്ങോട്ടെ, ഇവയ്ക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല. പക്ഷേ ഞാൻ ഉറക്കം എനിക്ക് കഴിഞ്ഞു വെച്ചാൽ പിന്നെ എനിക്ക് ഉറങ്ങാൻ ബുദ്ധിമുട്ടാകും. ഇവൻ ഉറങ്ങിക്കഴിഞ്ഞാലും എനിക്ക് പിന്നെ ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ആകെ ഭയങ്കര ക്ഷീണമായിരുന്നു. പിന്നെ ചെറുത് മാളുവിൻ്റെ കയ്യിലിരുന്ന് അങ്ങനെ ഉറങ്ങിയിട്ട. പിന്നെ തേജപ്പനെ മാഗി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാളുവിൻ്റെ അടുത്ത് തന്നെ ഫോൺ കൊടുത്തയച്ചിട്ട് അവന് എന്താ വെച്ചാൽ വാങ്ങിച്ചെടുക്കാൻ പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ കിടന്ന് നല്ല ഉറക്കാട്ടെ ഈ സമയത്തൊക്കെ. അപ്പം മാളുവിൻ്റെ അടുത്തും അതിൻ്റെ അടുത്താണ് എൻ്റെ ഫോൺ ഉണ്ടായിരുന്നത്. അപ്പോൾ അവരാണ്ട് ഈ വീഡിയോസ് ഒക്കെ എടുത്തത്. അങ്ങനെ ഇവർ പോയിട്ട് സ്കൂട്ടിയിൽ പോയിട്ട് തേജപ്പിന് വേണ്ട സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇതേ വീട്ടിലേക്ക് വന്നു കേട്ടോ. ഇവർ കടയിലേക്ക് പോയതും വന്നതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടാ. ഞാൻ കിടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. ഞാൻ നല്ല സുഖമായിട്ട് നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ടാ. അങ്ങനെ ഇതേ ദേവൂട്ടനൊക്കെ കൂടി ഉണ്ട്. പിന്നെ ഇവർ ഇത് വാങ്ങിച്ച സംഭവങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കുകയാണ് കേട്ടോ. പിന്നെ ബലൂണൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് തോന്നുന്നു. അങ്ങനെ ബലൂണൊക്കെ തട്ടിയിട്ട് ഞാൻ ഉറങ്ങി എനിക്കുന്ന സമയത്ത് ഇവിടെ ബലൂണൊക്കെ തട്ടിയിട്ട് ഭയങ്കര കളിയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ ബലൂണൊക്കെ വീർപ്പിച്ചിട്ട് കളിക്കുന്നുണ്ട്. പിന്നെ അതോ തോന്നുന്നു മാഗിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് തേജപ്പനെ. ചോറ് കഴിച്ചില്ല, ഇഷ്ടല്ല. അങ്ങനെ ഒരു 3/4 മണിക്കൂറൊക്കെ ഞാൻ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ട് ഒരു ബോധവും ഇല്ലാതെ കിടന്നുറങ്ങി. ചെക്കനും ഇത് ഇപ്പുറത്ത് കിടക്കുന്നുണ്ട്. മാളു എപ്പോഴാണ് അവൻ്റെ അടുത്ത് കൊണ്ട് കിടത്തിയിട്ട് അവൻ മാളുവിൻ്റെ അടുത്തായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ എനിക്ക് നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര കളിയിലാണ്. പിന്നെ എൻ്റെ വെളിച്ചനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ണീനെ ഞാൻ വെളിച്ചിൻ്റെ അടുത്ത് അവിടെ കിടത്തി കൊടുത്തു ഉമ്മർത്ത്. അപ്പോൾ ഇതിലിട്ട് കിടന്നു വെച്ചാൽ നമുക്ക് സുഖമായിട്ട് കിടന്നു തുടങ്ങും. പിന്നെ എൻ്റെ അച്ഛമ്മയുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ചെക്കനെ കളിപ്പിച്ചുകൊണ്ട് കേട്ടോ വർത്താനൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും പോണവരൊക്കെ അച്ഛൻ്റെ വിവരം ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. എന്തായി ചോദിച്ചിട്ട്. അങ്ങനെ ഉമ്മർത്തിരിക്കുന്ന സമയത്താണ് ആദർശമായിട്ട് നേരത്തെ ചോദിച്ചു വന്നുട്ടോ. നേരത്തെ മീൻസ് ഒരു 4 മണിക്ക് ആകുമ്പോട്ടാ, അല്ലെങ്കിൽ 5:30 ആകുമ്പോൾ എരുമപ്പെട്ടിയെ കാരണം പെട്ടെന്ന് വീട്ടിലേക്ക് എത്താൻ പറ്റും. കുന്നംകുളത്തേക്ക് വെച്ച് കഴിഞ്ഞാലല്ലേ കുറച്ചുകൂടി ദൂരമുള്ളത്. അപ്പോൾ എരുമപ്പെട്ടി ആകുമ്പോൾ എന്തായാലും ഇനി വർക്ക് കഴിഞ്ഞ് ഒരു 6 മണിക്കുള്ളിൽ എന്തായാലും വീട്ടിലേക്ക് എത്താൻ പറ്റുമെന്ന് തോന്നുന്നു. നോക്കാണോ അച്ഛൻ മിഠായി കൊടുക്കുന്നുണ്ട് കുട്ടിച്ചേ. ചേച്ചന് ടെൻഷനാ, അച്ഛന് നല്ല പേടിയാ. ഇഞ്ചക്ഷനൊക്കെ അടിക്കാൻ നേരത്തില്ലേ അച്ഛൻ നോക്ക്. ഞാൻ ഇന്നെ ഒരു കളിയാക്കല്. അതല്ല വേറെ എന്തോന്ന് പറഞ്ഞ സ്കാനിങ്ങിനുള്ളിൽ കയറ്റിയപ്പല്ലേ അച്ഛനൊക്കെ. അങ്ങനെ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ ആദർശമായിട്ട് അച്ഛമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കട്ടാ. അച്ഛന് നല്ല പേടിയുണ്ട്. സത്യം പറയാൻ അച്ഛൻ ഇതുവരെ ഇങ്ങനെ ഇഞ്ചക്ഷൻ അടിക്കാനോ അങ്ങനത്തെ ഒന്നും ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ അച്ഛൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല പേടിയാട്ടോ. അപ്പോൾ ഉണ്ണിക്ക് ഞാനിത് പാല് കൊടുത്തിട്ട് അവനെ കമത്തി കെടുത്തിയേക്കാട്ടാ, ഗ്യാസ് പോകാൻ വേണ്ടിയിട്ട്. ഇവനച്ഛൻ ഇപ്പോൾ തീരെ തേട്ടില്ല. എന്തൊക്കെ ചെയ്താലും അവൻ തേട്ടില്ല, എന്താണെന്നറിയില്ല കേട്ടോ. അങ്ങനെ ഇതേ ഞങ്ങൾ കുറച്ചു നേരം വീണ്ടും ഉമ്മർത്തൊക്കെ വന്നിരുന്നു. തേജപ്പനിക്ക് ഇതേ ഓറിയോ ബിസ്ക്കറ്റൊക്കെ കൊടുന്നു തരികയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് അമ്മ വിളിച്ചിട്ടുണ്ടായി, റീനമ്മ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മോട് സംസാരിച്ചിട്ടൊക്കെ ഞങ്ങൾ ഉമ്മർത്തിരിക്കാട്ടോ. പിന്നെ ഇതേ ആദർശേട്ടൻ ചായ കുടിക്കാൻ നിൽക്കുകയാണ്. അങ്ങനെ ചായ കുടിച്ചിട്ട് ആദർശേട്ടന് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോകണം. അപ്പോൾ ചേട്ടൻ വരുമ്പോൾ ഉണ്ണിയപ്പൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ചെറുത് മടിയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇതേ മാളും എത്തിയിട്ടുണ്ടായിരുന്നു. ഇവർ കുറേ നേരം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇവൾക്ക് പാലും എന്തോ കൊണ്ടുകൊടുക്കാണ്ടായിരുന്നു. അങ്ങനെ അത് കൊണ്ടുകൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് പോയതായിരുന്നു കേട്ടോ. അങ്ങനെ മാള് വേഗം തന്നെ മാളും കുട്ടി വന്നു കേട്ടോ. പിന്നെ അവൾക്ക് ഇവിടുന്ന് അതേ പാല് വാങ്ങിച്ചു കൊണ്ടുവരും. നമുക്ക് പാല് വാങ്ങിക്കണ്ടല്ലോ. അപ്പോൾ മാളും എന്തായാലും പോയി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടോ. അങ്ങനെ മാളും ഇത് പാല് വാങ്ങിക്കാൻ പോകാൻ വേണ്ടി നിൽക്കട്ടെ. തേജപ്പനെ കുറേ വിളിച്ചു. അപ്പോൾ തേജപ്പന് ഭയങ്കര തേജ് വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവള് പോയിട്ട് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ അമ്മയ്ക്ക് ഡ്രസ്സൊക്കെ എടുത്തു വെക്കേണ്ടായിരുന്നു. ആദർശേട്ടൻ പോകുന്നുണ്ടല്ലോ എന്തായാലും. അപ്പോൾ ബാഗിൽ ഞാൻ കുറച്ച് അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഡ്രസ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു. പക്ഷേ ഈ ഡ്രസ്സിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ വലിയ ട്രാവലിംഗ് ബാഗിലാക്കിയിട്ട് വെച്ചു കൊടുത്തുട്ടോ. കാരണം ഞാൻ അവർക്ക് മാറ്റി കഴിഞ്ഞ ഡ്രസ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇതാക്കി വെക്കണ്ടല്ലോ. ഇതിലാകുമ്പോൾ കുറച്ച് കവർ
കവറോളും വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കവറിലാക്കിയിട്ട് വെക്കാമല്ലോ. അങ്ങനെ ഇതേ ആദർശേട്ടൻ പോവാട്ടോ. ഇനി രാത്രി നമ്മളെ വരുള്ളൂ. അപ്പോൾ വിനീഷേട്ടൻ്റെ ബൈക്ക് എടുത്തിട്ടാണ് പോണേ. അവർ പോകുമ്പോൾ കാറിലല്ലേ പോയത്, കുറേ സാധനങ്ങൾ കൊണ്ടുപോകാണ്ടായിരുന്നല്ലോ. അപ്പോൾ ആദർശേട്ടൻ പോകുമ്പോൾ വിനീഷേട്ടൻ്റെ ബൈക്ക് എടുത്തിട്ടാണ് പോയത്. അങ്ങനെ ഇതേ ചേട്ടൻ പോയി. പിന്നെ വൈകിട്ടാകുമ്പോൾ മാളും തേജും കൂടിയിട്ട് ഇതേ അവിടെ ഇങ്ങനെ നടക്കുന്നുട്ടോ, ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് മറ്റേ കൊള്ളിത്തണ്ടോണ്ടൊക്കെ മാലയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവർ രണ്ടുപേരും കൂടി ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. തേജു ഇതേ മാലയൊക്കെ ഇട്ടിട്ട് കുറെ കഴുത്തിലിട്ടുന്നു. അത് കഴിഞ്ഞിട്ട് അവൻ കഴുത്തിലിട്ടിട്ട് കുറെ നേരം നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വൈകിട്ടുണ്ടെങ്കിൽ ഞാൻ മേലൊക്കെ കഴുകി പാലൊക്കെ കൊടുത്ത് ഡ്രസ്സൊക്കെ മാറ്റി ഓനെ സെറ്റാക്കിയിട്ട് ഇവിടെ കിടത്തിയിട്ടുണ്ട്. മാളുണ്ട്. അപ്പോൾ മാളൂൻ്റെ ഒപ്പം ഇരുന്ന് കളിക്കാൻ കേട്ടോ. അങ്ങനെ കുറച്ച് ഒരു ഇരുട്ടായപ്പോൾ ചേച്ചിയും ചേട്ടനൊക്കെ വന്നിട്ടുണ്ടായി. അപ്പോൾ അവളോട് വരുമ്പോൾ ഞാൻ എന്തായാലും ബലൂൺ വാങ്ങിച്ച് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. തേജപ്പറ്റി ബലൂൺ വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര അലമ്പായിരുന്നു കേട്ടോ ഇവിടെ. കാരണം ഇവിടെ ഇവർ കടയ്ക്ക് പോയപ്പോൾ ബലൂണൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ കളി കഴിഞ്ഞപ്പോൾ അതൊക്കെ അവരെ ഞാൻ പൊട്ടിച്ചിട്ടുണ്ടായി. പിന്നെ അവന് ബലൂൺ വേണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു അംഗം തന്നെയായിരുന്നു. അങ്ങനെ ഇവള് വരുമ്പോൾ ബലൂണൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ വിനീഷേട്ടൻ തിരിച്ച് വീട്ടിലേക്ക് പോട്ടാം, ചേട്ടൻ്റെ വീട്ടിലേക്ക് പോവും. അപ്പോൾ ചേച്ചിക്ക് അവൾക്ക് പോണോ പോണ്ടേ എന്നുള്ള കൺഫ്യൂഷൻ. ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ട് ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ അവളവിടെ നിന്നോട്ടാ. ചേട്ടൻ പോകുമ്പോൾ അവൾക്ക് പോണോ പോണ്ടേ എന്നുള്ള കൺഫ്യൂഷനിലാണ് അവൾ നിൽക്കുന്നത്. അങ്ങനെ ഇതേ ചേട്ടൻ പോയിട്ടാ. നമ്മൾ വന്ന പാടെ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചോട്ടാ. അപ്പോൾ അച്ഛന് കുഴപ്പമൊന്നുമില്ല, ഇഞ്ചക്ഷനൊക്കെ ഉണ്ട്, ഇഞ്ചക്ഷനൊക്കെ അടിക്കുമ്പോൾ പെട്ടെന്ന് കുറവാകുന്നുണ്ട്. രണ്ടാമത് പോയ ഹോസ്പിറ്റലിൽ കാല് ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുത്തുല്ലോ. അപ്പോൾ അതിൽ നിന്നാണ് ആകെ ഇൻഫെക്ഷനും ഒരു കാറ്റൊന്നും കിട്ടാതെ അത് ആകെ ഇങ്ങനെ സീനായത് കേട്ടോ. ചിരിക്കണേ ചിരിക്കുക എന്താടാ എന്ത് എന്തിനാ ചിരിക്കണേ? നീ ചിരിച്ചാ മാളനോട്? നീ ചിരിച്ചാ മാളുമേമനോട്? കളിച്ചാണ് മാളുമേമടൊപ്പം. അങ്ങനെ ചേച്ചിയും ചേട്ടനും വീട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ നമുക്ക് പകുതി സമാധാനമായിട്ട് ആ ഹോസ്പിറ്റലിലെ വിവരങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ അച്ഛനും കുഴപ്പമില്ല എന്നൊക്കെ അറിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര സമാധാനമായി. അങ്ങനെ പിന്നെ ഇതേ മാളു തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നിൽക്കട്ടെ. അവൾ ഒരു 8:30 ആകുമ്പോൾ അവളുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കുഞ്ഞിച്ചക്കനും ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോവാട്ടോ. ഒരുപാട് പേര് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാതും കുറേ കമന്റ് ആയിട്ടും അച്ഛൻ എങ്ങനെയുണ്ടെന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിട്ടോ. അപ്പോൾ അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ.